ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമുക്കൊന്നൊരു ചുമ്മാ നടപ്പിന് പോയാലോ? അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സിറ്റർ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഈ സൈഡിലേക്ക് ഞങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. ഇത് സെൻറ്റ് ഡേവിസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ പ്ലേസ് വരുന്നത്. അപ്പോൾ ഒരു ഓഫ് ഡേ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഓഫ് ഡേക്ക് ചുമ്മാ വീട്ടിലിരിക്കാൻ വലിയ താല്പര്യമില്ല. ഇവിടെ അടുത്ത എവിടെയെങ്കിലും വീടിൻ്റെ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കാനാണ് എനിക്കിഷ്ടം. ഞങ്ങൾ നിൽക്കുന്ന ഏരിയ അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു പ്ലേസാണിത്. എനിക്കത് കാരണം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഇതിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഓർമ്മ വരുന്നത് പണ്ടൊക്കെ പാടത്തൊക്കെ പോയി കളിക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് വരാറ്. കാരണം ഇവിടെ നിറച്ച് താറാവും കിളികളൊക്കെ ആയിരിക്കും. നല്ല അടിപൊളി. ഇവിടെ കുറേ പേര് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ കെയർഫുള്ളായിരിക്കണം. കാരണം ഇവർ കുറച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസുള്ള ടീംസാണ് ഈ പക്ഷികൾ. അപ്പോൾ അതുപോലെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കണം. അപ്പം നമ്മൾ പണ്ട് പാടത്തൊക്കെ പോയി കളിക്കുമ്പോൾ നല്ല അടിപൊളിയല്ലേ, ഇങ്ങനെ മീൻ പിടിക്കൽ, കക്കനെ നമ്മൾ കക്ക പിടിക്കൽ, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഓർമ്മ വരാറുണ്ട്. ഇവിടെ ഒരു കടയിലാണ് കയറിയത്. ഇത് അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ നല്ല എക്സ്പെൻസീവാണ് സാധനങ്ങളൊക്കെ. അത്യാവശ്യം ഇതെനിക്ക് തോന്നുന്നു മറ്റേ ക്രാഫ്റ്റൊക്കെ നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതാണ് ഇത് വരുന്നത്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട്. നല്ല അടിപൊളിയാണ് എല്ലാം. ഈ സൈഡ് മൊത്തം അങ്ങനെയാണ്. അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു ബാറ് അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് കോഫി ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ജസ്റ്റ് ഇങ്ങനെ ഈ തോടിൻ്റെ സൈഡിലിരുന്നിട്ട് നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം, അല്ലെങ്കിൽ ടീ കുടിക്കാം, അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ്. സമ്മറിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരം ഞങ്ങൾ നടന്ന് വർത്താനം പറഞ്ഞ് ഇരുന്ന് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് മൊത്തത്തിൽ നല്ലപോലെ ഇഷ്ടമായി. നല്ലൊരു മൈൻഡ് റിലാക്സിങ് കിട്ടിയായിരുന്നു എനിക്ക്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. എനിക്ക് മുമ്പും അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പ്രഷറും ടെൻഷനും എല്ലാം നല്ലപോലെ റിലീഫാവും. പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നടക്കുന്നത്. നല്ല പോലെ നടക്കുക, നല്ല ആരോഗ്യം നമുക്ക് കിട്ടും. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി. ഇത് ഒരു വലിയൊരു പാലാണ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ളത്. അടിപൊളിയായിരുന്നു എല്ലാം. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായി. അവനും നല്ലപോലെ എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെറിയൊരു ടൈമൊക്കെ ഇങ്ങനെ ബ്രേക്ക് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങുക. നല്ലൊരു അടിപൊളിയായിരിക്കും.